തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമല വിഷയത്തെ ചൊല്ലി LDF-ൽ ഭിന്നത. തിരിച്ചടിക്ക് കാരണം ശബരിമല വിവാദങ്ങളെന്ന CPI. വാസുവിനെയും പത്മകുമാറിനെയും CPM പുറത്താക്കാതിരുന്നത് തിരിച്ചടിക്ക് ആക്കം കൂട്ടിയെന്നും CPI. CPIയുടെ വാദം തള്ളി LDF കൺവീനർ രംഗത്തെത്തി. വിഷയം നാളത്തെ LDF യോഗത്തിൽ ഉന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ അതിശക്തമായ പ്രചരണം നടന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ പ്രചരണം നടത്താൻ ഇടകൊടുക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളുണ്ടായി. സെക്രട്ടറി അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പ്രചരണം കേരളത്തിലെ LDF-ന് ദോഷകരമായി ഭാവിച്ചിട്ടുണ്ട്. അല്ലെ, ഈ പത്മകുമാറും വാസുവും അങ്ങനെ ഇപ്പം ആരെല്ലാം MLA ആവുന്നു, ആരെല്ലാം MP-മാരാകുന്നു, ആരെല്ലാം മന്ത്രിമാരാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഇടതു നേതാക്കന്മാർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് മാത്രമല്ല, താഴേക്കടയിൽ ഏറ്റവും നല്ല ബന്ധം ആർക്കാണ്? സാധാരണ പ്രവർത്തകർക്കല്ലേ. അവരുടെ ബിഹേവിയർ നന്നാവണ്ടേ. അപ്പം ഞാനതുകൊണ്ട് ഇവരൊന്നും വലിയ ഇടതു നേതാക്കന്മാരാണെന്ന് കണക്കാക്കുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളൊരു വിശകലനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടില്ല. ഓരോ പാർട്ടികളും ആ പാർട്ടിയുടെ നിലയനുസരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അവർ പ്രതികരണം പറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു വിശകലനത്തിലേക്ക് എത്തിയിട്ടില്ല. 2010 ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട്? സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള അത് വലിയ രീതിയിൽ തിരിച്ചടിച്ചു എന്ന ബോധ്യമാണ് CPI ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ LDF കൺവീനർ തയ്യാറാകുന്നുമില്ല. നാളത്തെ മുന്നണി യോഗത്തിൽ ഇത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ LDF-ലെ ഭിന്നസ്വരമാണ് പരാജയത്തിന് ശേഷം നമ്മൾ കേൾക്കുന്നത്. ജിൽസി, ശബരിമല വിവാദങ്ങളും സ്വർണ്ണക്കൊള്ളയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന CPM-ന്റെ വാദം പൂർണ്ണമായി തള്ളുകയാണ് CPI. അതങ്ങനെയല്ല, അത് വലിയ തോതിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന നിലപാട് തന്നെയാണ് CPI എടുക്കുന്നത്. മാത്രമല്ല, അത് വലിയ തിരിച്ചടിയായി എന്നുള്ള പ്രതികരണം ആദ്യം നടത്തുന്നത് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ തന്നെയാണ്. പിന്നീട് കുറെ കൂടി കടന്ന ഭാഷയിൽ CPI-യുടെ MP P സന്തോഷ് കുമാർ അടക്കമുള്ളവരുടെ പ്രതികരണവും നമ്മൾ കണ്ടു. മാത്രമല്ല, വാസുവും പത്മകുമാറും ഒന്നും സത്യത്തിൽ ഇടതുകക്ഷക്കാരെ പോലും അംഗീകരിക്കാൻ കഴിയാത്തവരാണ് എന്ന ഒരു പ്രസ്താവന കൂടി സന്തോഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടും ഈ രണ്ട് നേതാക്കൾക്കെതിരെ CPM നടപടിയെടുക്കാത്തതിനെയാണ്, അതിനുള്ള അമർഷമാണ് കൃത്യമായി CPI ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നതെന്ന് ഉറപ്പാണ്. മാത്രമല്ല, CPI-യുടെ മുഖപത്രമായ ജനയുഗം ഇന്ന് വലിയ തോതിൽ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. CPM-ന്റെ പേരെടുത്ത് പറയാതെ തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്തരം പദവികളിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ സുതാര്യമായി തന്നെ പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അതിന് ജനങ്ങളോട് അതാത് പാർട്ടികൾക്ക് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടെന്ന് CPM-നെ ഓർമ്മിപ്പിക്കുകകൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള അതൃപ്തി CPI-ക്കുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും എക്സിക്യൂട്ടീവ് യോഗവും ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന് പിന്നാലെ നാളെ നടക്കുന്ന LDF യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ CPM-ന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി നാളത്തെ LDF യോഗത്തിൽ CPI വിമർശനം എന്ന നിലയ്ക്ക് തന്നെ ഉന്നയിക്കുമെന്ന് വ്യക്തമാണ്. എന്തായാലും CPM-നെ തിരുത്താൻ CPI-ക്ക് കഴിയുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.